ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. എല്ലാവരും ഗംഭീരമായിട്ട് ഓണപ്പരീക്ഷയ്ക്ക് പഠിക്കുകയാണ് എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. സോ നിങ്ങൾക്ക് ഞാൻ 3 മാർക്ക് ഫ്രീ ആയിട്ട് തരാൻ പോവാണ്, ഒരു ബോണസ് മാർക്ക് എന്ന നിലയ്ക്ക്. സോ ഓണപ്പരീക്ഷയിൽ 3 മാർക്ക് ഫ്രീയാ എപ്പിടാ എന്നായിരിക്കും നിങ്ങളുടെയൊക്കെ മനസ്സിൽ വന്ന സംശയം എന്ന് പറയുന്നത്. മക്കളെ, ശരി തന്നെയാണ്. നമ്മുടെ 2ാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ നിന്ന് 3 മാർക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ ഉറപ്പിച്ചോളൂ. ഓണപ്പരീക്ഷയ്ക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2 ചോദ്യങ്ങളിൽ ഒന്ന് 100% ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം അത്രത്തോളം പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ, അതും വളരെ സിമ്പിൾ ആയിട്ട് നിമിഷ നേരം കൊണ്ട് മാർക്ക് നേടാൻ പറ്റുന്ന ചോദ്യങ്ങൾ. ആരംഭിച്ചാലോടാ. സോ ആദ്യത്തെ ചോദ്യം ഇതുപോലൊരു ചിത്രമായിരിക്കും നിങ്ങൾക്ക് ചോദ്യ പേപ്പറിൽ കാണാൻ പോകുന്നത്. റൈറ്റ്, ഇതുപോലൊരു ചിത്രം. എന്നിട്ട് ആ ചിത്രം ഓറിയന്റഡ് ആയ കുറച്ച് ചോദ്യങ്ങളും ഉറപ്പാണ് ഇതുപോലെ തന്നെ ചോദിക്കും. സോ ചിത്രം എല്ലാവരും നിരീക്ഷിക്കുക. ഇത് എന്തിന്റെ ചിത്രമാണ് ഒന്ന് ആലോചിച്ച് നോക്കണം. 2nd ചാപ്റ്ററിൽ ഇത്തരം ഒരു ചിത്രം കണ്ടാൽ അത് എന്തിന്റെ ചിത്രമാണ്? നമുക്ക് ഉറപ്പാണ് ഇത് നമ്മുടെ സ്വന്തം ഇലക്ട്രിക് മോട്ടറാണ്. അയ്യോ സാറേ, എനിക്ക് മോട്ടറും ജനറേറ്ററും മാറിപ്പോവാറുണ്ട്, രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയല്ലേ? ഇത് കാണുമ്പോൾ DC ജനറേറ്റർ പോലെയും എനിക്ക് തോന്നാറുണ്ട്. മക്കളെ, നിസ്സാരമാണടാ ആ വ്യത്യാസം. വളരെ സിമ്പിളായ വ്യത്യാസം ഞാൻ പറഞ്ഞു തരട്ടെ. ഇവിടെ ഒരു ബാറ്ററി ആണെങ്കിൽ അതെന്താണ്? അത് മോട്ടറാണ്, ഒരു തർക്കവുമില്ല. സോ ഇവിടെ നൽകിയിരിക്കുന്നത് എന്താണ്? ഒരു DC മോട്ടറിന്റെ ചിത്രമാണ്. റൈറ്റ്, അതിലൊരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഇനി നമുക്ക് എന്തൊക്കെയാണ് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ, നെയിം ദ ഡിവൈസ്. ഉപകരണം ഏത്? ഉപകരണത്തിന്റെ പേരെന്താണ്? ഇതൊരു DC മോട്ടറാണ്, ഒരു തർക്കവുമില്ല. ആദ്യത്തെ മാർക്ക് കിട്ടി. അടുത്തത്, റൈറ്റ് ദ എനർജി ട്രാൻസ്ഫോർമേഷൻ ഡ്യൂറിങ് ദ വർക്കിംഗ് ഓഫ് ദിസ് ഡിവൈസ്. ഈ ഉപകരണത്തിന്റെ പ്രവർത്തന സമയത്ത് നടക്കുന്ന ഊർജ്ജ മാറ്റം എന്ത്? എനർജി ചേഞ്ച് എന്താണ്? നമുക്കറിയാം, മോട്ടർ, ഫാനിലും മിക്സിയിലും ഗ്രൈൻഡറിലും എല്ലാമുള്ള മോട്ടറിൽ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണ് മക്കളെ? എല്ലാം സ്വിച്ച് ഓൺ ആകുമ്പോഴാണ് പ്രവർത്തിക്കുന്നത്. സോ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. വൈദ്യുത ഊർജം യാന്ത്രിക ഊർജമായിട്ട് മാറുന്നു. മനസ്സിനകത്തങ്ങ് ഉറപ്പിച്ചു വെക്കുക, പഠിച്ചു വെക്കുക. റൈറ്റ്, അടുത്തത്, വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് ഡിവൈസ്. ഇതിന്റെ പ്രവർത്തന തത്വം എന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലൊരു മോട്ടർ നൽകിയിട്ട് അതിന്റെ പ്രവർത്തന തത്വം എന്താണെന്ന് ചോദിക്കും. അതെന്താണ് മക്കളെ? അത് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. അത് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്, മോട്ടോർ തത്വമാണ്, മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. ഉറപ്പിച്ചോ? പരീക്ഷയിൽ ഇത് ചോദിക്കും. അടുത്തത്, ABC എന്ന് പറയുന്ന പാർട്സ് അടയാളപ്പെടുത്തുക. നിസ്സാരമായി നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കും. എയും ബിയും സിയും. എ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അത് ആർമേച്ചർ ആണ്. എ എന്ന് പറഞ്ഞാൽ ആർമേച്ചർ ആണ്. ബി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? യെസ്, ഇറ്റ് ഈസ് സ്പ്ലിറ്ററിംഗ് ആണ് ബി എന്ന് പറയുന്നത്. സി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അത് ബ്രഷസ് ആണ്, ഗ്രാഫൈറ്റ് ബ്രഷുകളാണ് സി എന്ന് പറയുന്നത്. അന്തസ്സായിട്ട് മനസ്സിലായില്ല, അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? എയ്തർ ഈ 3 മാർക്ക് ഉറപ്പാണ്, അത് ഫ്രീ ആയി കിട്ടുന്ന പോലെ തന്നെയല്ലടാ. ചോദ്യം മുൻകൂട്ടി പഠിച്ച ലെവലിലോട്ട് നിങ്ങൾ മാറിയില്ലേ? അടുത്തതിലോട്ട് കിടക്കാം. അടുത്ത ചോദ്യം ഇതുപോലെ ബോണസ് മാർക്ക് കിട്ടാൻ പോകുന്ന അടുത്ത ചോദ്യം ഇത്, നമ്മുടെ സ്വന്തം മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ ചോദ്യം. ഉറപ്പാണ് ഇതിലേതെങ്കിലും ഒരു പടം നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ കാണും. അണ്ണൻ ഉറപ്പ് തരുന്നു. റൈറ്റ്, എന്താണ് ചോദ്യം? നെയിം ദ പാർട്ട് ABC എന്ന് പറയുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഏതൊക്കെയാണ് മക്കളെ? ഒരു ലൗഡ് സ്പീക്കർ ആവുമ്പോൾ നിങ്ങൾക്കറിയാം, എ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറമേയുള്ള ഭാഗം എന്താണ്? അതാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഡയഫ്രം ആണ് എ എന്ന് പറയും, തർക്കം വേണ്ട. എ എന്ന് പറഞ്ഞാൽ ഡയഫ്രം ആണ്. ബി എന്താണ് മക്കളെ? ബി എന്ന് പറഞ്ഞാൽ വോയിസ് കോയിലാണ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വോയിസ് കോയിലാണ്. നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം. ബി ഈസ് വോയിസ് കോയിൽ. സി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫീൽഡ് മാഗ്നറ്റ് ആണ്, ഫീൽഡ് കാന്തമാണ് സി എന്ന് പറയുന്നത്. ഈ പേരുകളൊക്കെ നിങ്ങൾ പഠിക്കണം, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയിൽ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദി ഡിവൈസ്? പ്രവർത്തന തത്വം അതേ മോട്ടോർ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇതിൻ്റെയും പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. അതേ മോട്ടോർ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇതിൻ്റെയും പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. പഠിക്കേണ്ടതാണ്. മലയാളത്തിലും ചോദ്യം കിടപ്പുണ്ട്. എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന ചെറിയ സംശയമെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. മോട്ടോർ പ്രിൻസിപ്പിൾ ലളിതമായിട്ട് പറയുവാണെങ്കിൽ, ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെച്ചാൽ അതിനകത്തൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇതിനെയാണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുക. മലയാളത്തിൽ പറയുകയാണെങ്കിൽ, ഒരു കാന്തിക മണ്ഡലത്തിൽ ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകം കൊണ്ടുപോയി വെച്ചാൽ അതിനകത്തൊരു ബലം ഏർപ്പെടും. അതിനെയാണ് മോട്ടോർ പ്രിൻസിപ്പിൾ. ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഈ പറയുന്ന കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുകയാണെങ്കിൽ അതിൽ കൊണ്ട് വെച്ചാൽ ഇതിലൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതിനെയാണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുക. സോ ഈ പറയുന്ന DC മോട്ടറും ഈ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറും മോട്ടോർ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. സോ 3 മാർക്ക് കിട്ടി എന്നുള്ള എല്ലാവരും ചാറ്റ് ബോക്സിൽ ക്ലിഞ്ചൻ എന്ന് തന്നെ കമന്റ് ചെയ്യുക. വേറെ ഒരു കമന്റും എനിക്ക് ആവശ്യമില്ല. ജസ്റ്റ് സിംപ്ലി ക്ലിഞ്ചൻ വിത്ത് ഹാർട്ട് ഇമോജി. എല്ലാവരും കമന്റ് ചെയ്യുക. എത്ര കമന്റ് വരും എന്ന കാര്യം നമുക്ക് നോക്കാം മക്കളെ. ലവ് യു ആൾ. നമുക്ക് കാണാടാ.